ശബരിമലയിൽ ഇപ്പോൾ ഭക്തജന തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ നടപ്പന്തലിന് കുറച്ച് പുറകുവശത്താണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഭക്തരെ ഈ ക്യൂ കോംപ്ലക്സിലൂടെ ഈ ഭാഗങ്ങളിലൂടെ ഘട്ടം ഘട്ടമായാണ് കടത്തിവിടുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്നലെ മാത്രം 1,18,886 പേർ ദർശനം നടത്തിക്കഴിഞ്ഞു. ഈ വലിയ നടപ്പന്തലിന് കുറച്ച് പുറകിൽ നിന്നുള്ള ഭാഗത്തു നിന്നും നാം മുന്നോട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വലിയ നടപ്പന്തലിൻ്റെ അങ്ങേയറ്റം വരെയുള്ള തിരക്ക്, അത് നമുക്ക് നേരിൽ തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇന്നലെ 1:30 മണിക്ക് വന്ന് നിന്നാണ്. ഭയങ്കര തിരക്ക്. നടപ്പന്തലിലൊക്കെ ഇവിടെ അല്ല, നമ്മൾ കയറി വരുന്നിടത്തൊക്കെ പമ്പയുടെ അവിടെ ഭയങ്കര തിരക്ക്. എത്ര മണിക്കൂർ എന്നറിയോ? എന്നിട്ട് TV കാണിക്കുന്ന എന്തിനാണ്? ആളുകൾക്ക് സുഖമായി പോവാന്നാണ്. ഭയങ്കര ഇനി ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തേണ്ടത്. ഇപ്പം പമ്പേന്ന് ഇവിടെ വരെ 5-6 മണിക്കൂറെങ്കിലും എടുത്തു. ഇല്ല, ഇനി ഇവിടുന്ന് പോകണമെങ്കിൽ തന്നെ 2-3 മണിക്കൂർ വേണം. എങ്ങനെയായാലും ഒരു 10 മണിക്കൂറെങ്കിലും ഞങ്ങൾ പിടിക്കും ഇറങ്ങി വരായി. ഞങ്ങളിപ്പോൾ 7 മണിക്കൂർ എടുത്തു. പമ്പയിൽ കഷ്ടിച്ചൊരു 12 മണിയാകുമ്പോൾ എത്തിയതാണ്. നല്ല തിരക്കുണ്ട്. നല്ല ഭയങ്കര തിരക്കാണ്. ഇന്നലെ ഞങ്ങളൊരു 1 മണിക്ക് വന്നതാണ്. 1 മണിക്ക് വന്നിട്ട് 1:30 വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ 8:15 ആകുമ്പോഴത്തേക്ക് വരണ്ടേ. ഭയങ്കര തിരക്ക്. ഇനി എനിക്കൊന്ന് ഒരു 2 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. ഒരേ സ്ഥലത്ത് ഇതുപോലെ എത്ര സമയം വരെയൊക്കെ നിൽക്കേണ്ടി വരുന്നുണ്ട് അനങ്ങാതെ? അനങ്ങാന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയായാലും ഒരു 10 താഴെ പമ്പയിലാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ എടുത്തു വെളി വരാൻ, അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി. ഇവിടെ വന്നിട്ട് ഇച്ചിരി ഒന്ന് ആശ്വാസമുണ്ട്. എന്നാലും എങ്ങനെയായാലും ഒരു 10-25-30 മിനിറ്റ് എടുക്കും ഒരു സ്ഥലത്ത്. കുറേ തിരക്കാണ്. ഇങ്ങനെ നീങ്ങുന്നത്. ഇത്രേ സ്പീഡേ ഉള്ളൂ. നിൽക്കണ്ടേ, ഇതേ ഇപ്പം നിന്നു കണ്ടോ. അപ്പം ഇതാ ഭയങ്കര തിരക്കാ. എന്താ ചെയ്യാനാ? അധികം തിരക്കാണ്. ഒരു കൊല്ലത്തും കാണാത്ത തിരക്കാണ് കാണാനുള്ളത്. ഞാൻ 25 വർഷമായി വരുന്നു, ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല ഇതുവരെ. ഭയങ്കര തിരക്കായിരുന്നു. കണമാതയാങ്കോപ്പിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. 3-4 മണിക്കൂർ. പമ്പയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നലെ 9 മണി. പമ്പയിൽ തിരക്കുണ്ട്. നല്ല തിരക്കാ. ഇവിടെ ഇപ്പം 5 മണിക്കൂറായി. 5 പമ്പയെന്ന് ഇവിടെ 7 മണിക്കൂർ എടുത്തു. 7 മണിക്കൂറായി വരിയിൽ നിൽക്കുന്നു. അവിടുന്ന് 2 മണിക്ക് നിന്ന് തുടങ്ങിയതാ പുലർച്ചെ. ഇനിയിപ്പോൾ വലിയ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നടപ്പന്തലിൽ എത്രമാത്രം ക്യൂ ഉണ്ട് എന്ന് നമുക്ക് നേരിട്ട് കണ്ടു നോക്കാം. രണ്ടരക്ക് നിന്നാ തിരക്കൊക്കെ ഉണ്ട് നല്ലോ. ரொம்ப அதிகமாக இருக்குது. நாங்கள் காலையில் டைமில் வெடிகாலில் வந்து பார்த்துட்டு சீக்கிரமாக போயிடலான்னு அப்படி தான் வந்தோம். ஆனால் அங்கங்கே பிளாக் பண்ணி 2 மணி, நாங்கள் 1 மணிக்கு நடக்க ஆரம்பித்த மேலே இப்போ மணி 8 ஆகுது. இன்னும் சாமி பார்க்கல, இப்போ தான் பார்க்க போகிறோம். ஆனாலும் நல்லா அரேஞ்ச்மெண்ட்லாம் நல்லா தான் பண்ணியிருக்காங்க. ஆனால் கூட்டம் ரொம்ப அதிகமாக இருக்குது. 2 hours மேலே ஆகுது. இந்த லைன் வந்து கொஞ்சம் ஃபாஸ்ட்டாக விட்டாங்கன்னா ஈஸியாக இருக்கும். ஏன்னா எல்லா லைனும் 2 hours ஆகுது. அதனால் மேலே ஒரு 2 hours ஆகும். டோட்டலி ஒரு 5 hours சாமி பார்க்குறப்பல இங்கேயே ஆகுது. நம்ம நடந்து வரத்துக்கு ஒரு 4 hours ஆகுது. ப்ளஸ் இங்கே ஒரு 5 hours, டோட்டலாக 9 hours ஆகுது. அப்போ டைமிங் வந்து சேவ் பண்ணோம் போர்டு வந்து. இதுக்கு ஆல்டர்னேட் வழியான கொஞ்சம் சீக்கிரமாக பக்தர்கள் வந்து சீக்கிரமாக அனுப்புறதுக்கான வேறு வழிகளை யோசித்து சீக்கிரமாக அனுப்பணும். இங்கே வந்துட்டாங்கன்னா வித் 1 hour வந்து சாமி பார்க்குறப்பல இருக்கணும். அந்த சொல்யூஷன் வந்து ബോർഡ് வந்து ഏർപ്പാട് பண்ணுறப்பல കേട്ടുകൊടുക്കണം. ശബരിമലയിൽ ഇന്നത്തെ തിരക്ക് ഇപ്പോൾ നാം കണ്ടതാണ്. ഇന്ന് പുലർച്ചെ 3 മുതൽ വലിയ ക്യൂ ആണ് ദർശനത്തിന് അനുഭവപ്പെടുന്നത്. അയ്യപ്പ ഭക്തർ പറയുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ 6 മണിക്കൂറിലധികം സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ അധിക സമയം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. ഇന്നലെയാണ് മണ്ഡലകാലം ആരംഭിച്ച് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നലെ 1 ലക്ഷത്തിൽ പരം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നും പൊതുവെ തിരക്ക് കൂടുതലാകാനുള്ള സാധ്യതയാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.